സ്റ്റുഡൻസ് ആൻറ്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ എന്ന സബ്ജക്റ്റിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ് പറയുന്നത്. ഐസോട്രോപിക് ആൻറ്റിനയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഐസോട്രോപിക് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ആൻറ്റിനയായിട്ട് ഉപയോഗിക്കുന്ന ആൻറ്റിനയാണ്. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ലോസ്ലെസ് റേഡിയേറ്റർ. ഇറ്റ് റേഡിയേറ്റ് ഈക്വൽ ഇൻറ്റൻസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻസ്. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ റേഡിയേറ്റ് ചെയ്യുന്ന ആൻറ്റിനയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഓംനി ഡയറക്ഷണൽ ആൻറ്റിന എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ യൂണിപോൾ എന്ന് പറയാറുണ്ട്. ഇതൊരു റെഫറൻസ് ആൻറ്റിനയായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റിവിറ്റി യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4π ബൈ ബീം സോളിഡ് ആംഗിളാണ്. ഒരു ഐസോട്രോപിക് ആൻറ്റിനയുടെ ബീം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് 4π സ്റ്റെറിഡിയനാണ്. കാരണം അത് റേഡിയേറ്റ് ചെയ്യുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ഒരു സ്ഫിയറിലാകെയുള്ള ടോട്ടൽ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് 4π ആണ്. അപ്പോൾ ഡയറക്റ്റിവിറ്റി 4π ബൈ ബീം സോളിഡ് ആംഗിൾ. സ്ഫെറിക്കൽ ആയതുകൊണ്ട് സോളിഡ് ആംഗിൾ 4π ആയി. അപ്പോൾ ഡയറക്റ്റിവിറ്റി ഈക്വൽ ടു 4π ഡിവൈഡഡ് ബൈ 4π 1 എന്ന് കിട്ടും. ഐസോട്രോപിക് ആൻറ്റിനയുടെ ഡയറക്റ്റിവിറ്റി 1 ആണ്. ഇനി ഐസോട്രോപിക് ആൻറ്റിനയുടെ എഫക്റ്റീവ് ഏരിയയാണ്. എഫക്റ്റീവ് ഏരിയയുടെ ജനറൽ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. d λ² ബൈ 4π. ഐസോട്രോപിക് ആൻറ്റിനയുടെ കേസിൽ ഡി എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് എഫക്റ്റീവ് ഏരിയ λ² ബൈ 4π ആയിരിക്കും. അപ്പോൾ ഐസോട്രോപിക് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ലോസ്ലെസ് റെഫറൻസ് ആൻറ്റിനയാണ്. ഇതിനെ യൂണിപോൾ എന്നും അല്ലെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ റേഡിയേറ്റർ എന്ന് പറയാറുണ്ട്. ഇത് എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ഇൻറ്റൻസിറ്റിയിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്റ്റിവിറ്റി 1 ആണ്. ഡയറക്റ്റിവിറ്റിയുടെ ജനറൽ ഇക്വേഷൻ 4π ബൈ ബീം സോളിഡ് ആംഗിളാണ്. ഐസോട്രോപിക് ആൻറ്റിനയുടെ കേസിൽ ബീം സോളിഡ് ആംഗിൾ 4π സ്റ്റെറിഡിയനാണ്. അപ്പോൾ സോ ഡയറക്റ്റിവിറ്റി ഈക്വൽ ടു 4π ഡിവൈഡഡ് ബൈ 4π 1 കിട്ടും. ഒരു എഫക്റ്റീവ് ഏരിയ, ഒരു ജനറൽ ആൻറ്റിനയുടെ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ d λ² ബൈ 4π ആണ്. ഐസോട്രോപിക് ആൻറ്റിനയുടെ കേസിൽ d എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് അത് λ² ബൈ 4π ആണ് അവിടുത്തെ എഫക്റ്റീവ് ഏരിയ. ഇനി നമ്മൾ സോളിഡ് ആംഗിൾ എന്താണ്, പ്ലെയിൻ ആംഗിൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ നമ്മൾ റേഡിയൻ എന്നും സോളിഡ് ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെ നമ്മൾ സ്റ്റെറിഡിയൻ എന്നാണ് പറയുന്നത്. പ്ലെയിൻ ആംഗിൾ ഒരു 2 ഡയമെൻഷണൽ ക്വാണ്ടിറ്റിയാണ്. സോളിഡ് ആംഗിൾ ഒരു 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റിയാണ്. ഇനി എന്താണ് ഒരു റേഡിയൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ റേഡിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആംഗിൾ ഇൻ 2 ഡയമെൻഷൻ. അപ്പോൾ റേഡിയനെ നമുക്ക് ഇറ്റ് ഇസ് ആർക്ക് ലെങ്ത് പെർ യൂണിറ്റ് റേഡിയസ്. ആർക്ക് ലെങ്ത് പെർ യൂണിറ്റ് റേഡിയസിനെയാണ് നമ്മൾ റേഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റേഡിയൻ കാണിച്ചിട്ടുണ്ട്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ L ആണ്. ആർക്ക് ലെങ്ത് പെർ യൂണിറ്റ് റേഡിയസ് അതിനെയാണ് നമ്മൾ ഒരു റേഡിയൻ എന്ന് പറയുന്നത്. ഒരു സർക്കിളിൻ്റെ കേസിലാവുമ്പോൾ എത്ര റേഡിയൻസ് ഉണ്ടായിരിക്കും? ഒരു സർക്കിളിൽ 2π റേഡിയൻസ് ഉണ്ടായിരിക്കും. ഒരു സർക്കിളിലെ ഫുൾ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ആണ്. സർക്കംഫറൻസ് എത്രയാണ്? സർക്കിളിന് 2πr ആണ്. അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ r, ദാറ്റ് ഈസ് 2π. ഒരു സർക്കിളിൽ അപ്പോൾ ഒരു 2π റേഡിയൻസ് ആണ് ഒരു സർക്കിളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് റേഡിയൻ എന്ന് പറയുന്നത്. റേഡിയൻ ഈസ് ദ ആർക്ക് ലെങ്ത് പെർ യൂണിറ്റ് റേഡിയസ്. അപ്പോൾ ഒരു റേഡിയൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ആംഗിളുണ്ട്. ആ ആംഗിളിൻ്റെ വെർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്ററിലാണ്. ആ ആംഗിളിനെ സബ്റ്റൻഡ് ചെയ്തൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ആർക്ക് ലെങ്ത് ആണ് L. അപ്പോൾ ആ L/r-നെയാണ് നമ്മൾ പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ ഒരു റേഡിയൻ എന്ന് പറയുന്നത്. ഒരു സർക്കിളിൻ്റെ കേസിൽ ടോട്ടൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ സർക്കംഫറൻസ് ആണ്. അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ r, ദാറ്റ് ഈസ് 2π. there are 2π റേഡിയൻസ് ഇൻ എ ഫുൾ സർക്കിൾ. സോളിഡ് ആംഗിൾ മെഷർ ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ സ്റ്റെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ആംഗിൾ ഇൻ 3 ഡയമെൻഷൻ. 1 സ്റ്റെറിഡിയൻ ഈസ് ദ ആംഗിൾ ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ അവിടെ സോളിഡ് ആംഗിളിനെ സബ്റ്റൻഡ് ചെയ്ത് ഒരു സ്ഫെറിക്കൽ സർഫസ് ഉണ്ട്. ആ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ ഒരു സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ 1 സ്റ്റെറിഡിയൻ ഈസ് ദ സോളിഡ് ആംഗിൾ വിത്ത് ഇറ്റ്സ് വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. 1 സ്റ്റെറിഡിയൻ ഈസ് ദ സോളിഡ് ആംഗിൾ വിത്ത് ഇറ്റ്സ് വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഓഫ് റേഡിയസ് r. That is subtended by a spherical surface which have an area equal to square. അതായത് സോളിഡ് ആംഗിളിൽ അതിൻ്റെ വെർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കണം. ആ സർക്കിളിൻ്റെ റേഡിയസ് r ആയിരിക്കണം. അത് സബ്റ്റൻഡ് ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ ഒരു സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ നമുക്ക് ഏരിയ ബൈ r² എന്ന് പറയാം. r² എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഏരിയയാണ്. മുകളിലത്തെ ഏരിയ ബൈ r² എന്ന് നമുക്ക് പറയാം. ഇവിടെ താഴത്തെ r² എന്ന് പറയുന്നത്
സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് ബൈ സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ് നമ്മൾ പറയില്ലേ, അതാണ്. അപ്പോൾ സോളിഡ് ആംഗിളിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇറ്റ് ഇസ് വൺ സോളിഡ് ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ വൺ സ്റ്റെറിഡിയൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സോളിഡ് ആംഗിൾ വിത്ത് ഇറ്റ്സ് വെർട്ടെക്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. നോക്കിക്കോ, വെർട്ടെക്സ് സെൻറ്റർ ഓഫ് സർക്കിൾ ആയിരിക്കണം, അതിൻ്റെ റേഡിയസ് 6 ആയിരിക്കണം, അത് സബ്റ്റൻഡ് ചെയ്യുന്ന സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ ഒരു സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ സ്റ്റെറിഡിയൻ ഈസ് ദ ആംഗിൾ ഇൻ 3 ഡയമെൻഷൻ. സോളിഡ് ആംഗിളിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ ഏരിയ ബൈ ആർ സ്ക്വയർ. താഴത്തെ ആർ സ്ക്വയർ സ്ക്വയറിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ കേസിൽ അവിടുത്തെ ഏരിയ, സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്ഫെറിക്കൽ സർഫസിൽ എത്ര സോളിഡ് ആംഗിൾ ഉണ്ടായിരിക്കും? ദാറ്റ് ഈസ് ഏരിയ ബൈ ആർ സ്ക്വയർ. സ്ഫിയറിൻ്റെ ഏരിയ 4πr² ആണ്. അപ്പോൾ 4πr² ബൈ ആർ സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടും? 4π. അപ്പോൾ ഒരു സ്ഫിയറിൽ 4π സ്റ്റെറിഡിയൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു സ്ഫെറിക്കൽ സർഫസിൽ 4π സ്റ്റെറിഡിയൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. കാര്യം സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഏരിയ ബൈ ആർ സ്ക്വയർ ആണ്. സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ 4πr² ആണ്, ബൈ സ്ക്വയറിൻ്റെ ഏരിയ ആർ സ്ക്വയർ. അപ്പോൾ 4πr² ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ 4π. അപ്പോൾ ഒരു സ്ഫിയറിൽ ഉള്ള സോളിഡ് ആംഗിൾ 4π സ്റ്റെറിഡിയൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 12.56 സ്റ്റെറിഡിയൻ. 4πക്ക് വരും 12.56 സ്റ്റെറിഡിയൻ എന്ന് നമുക്ക് പറയാം. ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. സ്റ്റെറിഡിയൻ ഈസ് എ മെഷർമെൻറ്റ് യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. ഓക്കെ, അക്കോർഡിംഗ് ടു ജോമെട്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സ്റ്റെറിഡിയൻ ഈസ് ദ യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. അക്കോർഡിംഗ് ടു ജോമെട്രി, ഹൗ മെനി സ്റ്റെറിഡിയൻ ആണ് പ്രസൻറ്റ് ഇൻ എ ഫുൾ സ്ഫിയർ? ജോമെട്രി അനുസരിച്ച് ഒരു സ്ഫിയറിൽ 4π സ്റ്റെറിഡിയൻ ആണ് ഉണ്ടായിരിക്കുന്നത്. താഴെ ഞാനത് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സോളിഡ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ സ്ഫെറിക്കൽ സർഫസ് ഈക്വൽ ടു ഏരിയ ബൈ ആർ സ്ക്വയർ. ഏരിയ 4πr² ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് 4π സ്റ്റെറിഡിയൻ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പറയുന്നത് എഫക്റ്റീവ് ഏരിയയെക്കുറിച്ചാണ്. എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് വേവിൻ്റെ പവർ ഡെൻസിറ്റിയിൽ നിന്ന് എത്രത്തോളം പവർ ആ ആൻറ്റിനയുടെ ലോഡ് ടെർമിനലിന് റിസീവ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഏരിയ ഓവർ വിച്ച് ആൻറ്റിന എക്സ്ട്രാക്ട് ദ EM എനർജി ഫ്രം ദ ട്രാവലിംഗ് EM വേവ്. ട്രാവലിംഗ് EM വേവ്, അതായത് വന്നിടിക്കുന്ന ഇൻസിഡൻറ്റ് EM വേവിൽ നിന്ന് എത്രത്തോളം പവറിനെ ഒരു ആൻറ്റിനയ്ക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടുന്ന ഏരിയ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഏരിയ ഓവർ വിച്ച് ആൻറ്റിന എക്സ്ട്രാക്ട്സ് EM വേവ് ഫ്രം ദ ട്രാവലിംഗ് EM വേവ്. അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ പവർ റിസീവ്ഡ് അറ്റ് ആൻറ്റിന ലോഡ് ഡിവൈഡഡ് ബൈ പവർ ഡെൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് വേവ്. അതായത് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, എഫക്റ്റീവ് ഏരിയ ഇസ് ദ പവർ റിസീവ്ഡ്, അല്ലെങ്കിൽ റിസീവ്ഡ് പവർ ഡിവൈഡഡ് ബൈ പവർ ഡെൻസിറ്റി. പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയയാണ്. അതായത് അതിനെ നമ്മൾ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്, അല്ലേ? പവർ ഡെൻസിറ്റിയാണ് നമ്മൾ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? എഫക്റ്റീവ് ഏരിയ ഈക്വൽ ടു പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പവർ ഡെൻസിറ്റി, അല്ലെങ്കിൽ പവർ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് എഴുതാം. പവർ റിസീവ്ഡിനെ WR എന്ന് എഴുതിയിട്ടുണ്ട്, പവർ ഡെൻസിറ്റി അല്ലെങ്കിൽ പോയിൻറ്റിംഗ് വെക്ടറിനെ P എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് പവർ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് ഏരിയയുടെ ഇക്വേഷൻ. എഫക്റ്റീവ് ഏരിയ ഈസ് ഈക്വൽ ടു പവർ റിസീവ്ഡ് ബൈ ഇൻസിഡൻറ്റ് പവറിൻ്റെ ഡെൻസിറ്റി. ഇൻസിഡൻറ്റ് പവറിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ഹെർട്ട്ഷ്യൻ ഡൈപോൾ ഓപ്പറേറ്റിംഗ് അറ്റ് 100 MHz. 100 MHz ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഹെർട്ട്ഷ്യൻ ഡൈപോളിൻ്റെ എഫക്റ്റീവ് ഏരിയ കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഒരു ഹെർട്ട്ഷ്യൻ ഡൈപോൾ എന്ന് നമുക്കറിയണം. ഒരു ഷോർട്ട് ഡൈപോളിനെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് സെമൽ ഡൈപോളിനെയാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഡൈപോളിനെയാണ് നമ്മൾ ഹെർട്ട്ഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഇറ്റ് സിംപ്ലി ആൻ ഓസിലേറ്റിംഗ് ഡൈപോൾ, അല്ലെങ്കിൽ ഇതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എലമെൻ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു ഷോർട്ട് ഡൈപോൾ, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റിംഗ് ഡൈപോൾ, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എലമെൻറ്റ്, ഇതിനെയാണ് നമ്മൾ ഹെർട്ട്ഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആ വയറിൻ്റെ ലെങ്ത്തിൽ ത്രൂ ഔട്ടായിട്ട് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൈപോളിനെയാണ് നമ്മൾ ഹെർട്ട്ഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ഡൈപോൾ, അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് കറണ്ട് എലമെൻ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ഡൈപോൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എലമെൻ്റ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സിംപ്ലി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിനെയാണ് നമ്മൾ ഹെർട്ട്ഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമുക്ക് എഫക്റ്റീവ് ഏരിയ ആണ് കാണേണ്ടത്. എഫക്റ്റീവ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, d λ²/4π. അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റിവിറ്റിയുടെ ടൈമിൽ. അപ്പോൾ നിർബന്ധമായിട്ടും
ഷോർട്ട് ഡൈപോളിൻ്റെതും ഹാഫ് വേ ഡൈപോളിൻ്റെതും മോണോപോളിൻ്റെതും ഡയറക്റ്റിവിറ്റി പഠിച്ചു വെച്ചേക്കണം. ഓരോന്നിൻ്റെയും ഡയറക്റ്റിവിറ്റി പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഹെർട്ഷ്യൻ ഡൈപോളിൻ്റെ ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് 1.5 ആണ്. അത് അറിഞ്ഞിരിക്കണം. അത് ക്വസ്റ്റ്യനിൽ തരില്ല. ഹെർട്ഷ്യൻ ഡൈപോളിൻ്റെ ഡയറക്റ്റിവിറ്റി 1.5 ആണ്. ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എ ഈക്വൽ ടു എഫക്റ്റീവ് ഏരിയ ഈക്വൽ ടു ഡി ലാംഡ സ്ക്വയർ ബൈ 4π. ഹെർട്ഷ്യൻ ഡൈപോൾ ആയതുകൊണ്ട് ഡി 1.5 എന്ന് എഴുതാം. ലാംഡ തന്നിട്ടില്ല. അപ്പോൾ ലാംഡ ഈക്വൽ ടു സി ബൈ എഫ് ചെയ്യാം നമുക്ക്. ലാംഡ ഈക്വൽ ടു സി ബൈ എഫ്. സി ഇസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, എഫ് ഇസ് ദ ഫ്രീക്വൻസി. അപ്പോൾ സി ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ 100 MHz. അപ്പോൾ 100 × മെഗാ ആയതുകൊണ്ട് 10⁶. അപ്പോൾ അപ്രോക്സിമേറ്റ് 3 മീറ്റർ എന്ന് കിട്ടി. അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഡയറക്റ്റിവിറ്റി ഹെർട്ഷ്യൻ ഡൈപോൾ ആയതുകൊണ്ട് 1.5 ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1.07 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ എഫക്റ്റീവ് ഏരിയ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് എ ഹാഫ് വേ ഡൈപോൾ ഓപ്പറേറ്റിംഗ് അറ്റ് 500 MHz. ഇതുപോലെ തന്നെ ചെയ്യാനാണ്. എഫക്റ്റീവ് ഏരിയ ഓഫ് ഹാഫ് വേ ഡൈപോൾ ഓപ്പറേറ്റിംഗ് അറ്റ് 500 MHz എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഹാഫ് വേ ഡൈപോളിൻ്റെയും മോണോപോളിൻ്റെയും ഷോർട്ട് ഡൈപോളിൻ്റെയും ഡയറക്റ്റിവിറ്റി പഠിച്ചു വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹെർട്ഷ്യൻ ഡൈപോളിൻ്റെത് 1.5 ആണ്. അതായത് ഷോർട്ട് ഡൈപോളിൻ്റെ ഹാഫ് വേ ഡൈപോളിൻ്റെ ഡയറക്റ്റിവിറ്റി 1.644 ആണ്. 1.644. അപ്പോൾ ഇവിടെയും നമുക്ക് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ലാംഡ ഈക്വൽ ടു സി ബൈ എഫ് വെച്ച് വേവ് ലെങ്ത് കണ്ടുപിടിച്ചു. ജസ്റ്റ് ഡി അറിയാം, കാര്യം ഹാഫ് വേ ഡൈപോളാണ്. ഹാഫ് വേ ഡൈപോളിൻ്റെ ഡയറക്റ്റിവിറ്റി 1.644. 1.6 എന്തെങ്കിലും ഓർത്ത് വെക്കുക. അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എഫക്റ്റീവ് ഏരിയ കണ്ടുപിടിച്ചു. 1.644 ഇൻറ്റു ലാംഡ 6 മീറ്ററാണ്. അപ്പോൾ 6² ഡിവൈഡഡ് ബൈ 4π അപ്രോക്സിമേറ്റ് 0.047 മീറ്റർ സ്ക്വയർ എന്ന എഫക്റ്റീവ് ഏരിയ കിട്ടി. ക്ലിയർ ആണല്ലോ. നമ്മൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സോളിഡ് ആംഗിളിലൂടെ യൂണിറ്റ് സോളിഡ് ആംഗിളിലൂടെ ഉള്ള പവർ ഫ്ലോയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ, അതിനെയാണ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിളിനെയാണ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി 5 കൊണ്ട് സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പോൾ വാട്ട് പെർ സ്റ്റെറിഡിയൻ അല്ലെങ്കിൽ വാട്ട് പെർ റേഡിയൻ സ്ക്വയർ എന്നും പറയാം. വാട്ട് പെർ സ്റ്റെറിഡിയൻ അല്ലെങ്കിൽ വാട്ട് പെർ റേഡിയൻ സ്ക്വയർ. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇസ് ദ പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഫൈ ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം, ഡിഫറൻഷ്യൽ പവർ ബൈ ഡിഫറൻഷ്യൽ എലമെൻറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. ഇത് യൂണിറ്റ് സോളിഡ് ആംഗിൾ അല്ലേ, അപ്പോൾ ഡിഫറൻഷ്യൽ പവർ ബൈ ഡിഫറൻഷ്യൽ സോളിഡ് ആംഗിൾ എന്ന് എഴുതാം. അപ്പോൾ DWR ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡി ഓം. സോളിഡ് ആംഗിളിനെ ഓം എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതായത് 5 ഈസ് ദ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 5 ഈസ് ദ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് ദ പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ. അപ്പോൾ ഡിഫറൻഷ്യൽ പവർ ബൈ ഡിഫറൻഷ്യൽ സോളിഡ് ആംഗിൾ എന്ന് എഴുതി. അപ്പോൾ ഡിഫറൻഷ്യൽ പവർ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഡിഫറൻഷ്യൽ സോളിഡ് ആംഗിൾ. അപ്പോൾ DWR ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡി ഓം. സോളിഡ് ആംഗിൾ ഈസ് ദ ഓം. അപ്പോൾ WR എന്നെടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ DWR ആണ് WR എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് 5 ഡി ഓമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ WR ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 ഇൻറ്റു ഡി ഓം. 5 ഈസ് ദ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ഡി ഓം ഈസ് ദ ഡിഫറൻഷ്യൽ ആംഗിൾ. ക്ലിയർ ആണല്ലോ. WR ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഡി ഓം അല്ലേ. ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിൻ്റെ കേസിൽ ടോട്ടൽ സോളിഡ് ആംഗിൾ 4π സ്റ്റെറിഡിയൻ ആണ്. കാര്യം ഒരു സ്ഫിയർ ആയിട്ടാണ് ഐസോട്രോപിക് റേഡിയേറ്റർ റേഡിയേറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള ടോട്ടൽ സോളിഡ് ആംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞു 4π സ്റ്റെറിഡിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5 ഇൻറ്റു ഡി ഓം. ഡി ഓമിന് പകരം അവിടെ എന്ത് ചേർക്കാം? 4π ചേർക്കാം. അപ്പോൾ 4π കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്ത്. 4π ഇൻറ്റു ഇൻ്റഗ്രൽ 5 എന്ന് കിട്ടി. ഇൻ്റഗ്രൽ 5 നമ്മൾ 5 ആവറേജ് എന്നെടുത്തു. 5 ആവറേജ്. അപ്പോൾ WR ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 5 ആവറേജ് എന്ന് കിട്ടി. അപ്പോൾ 5 ആവറേജ് ഈക്വൽ ടു WR ബൈ 4π. 5 ആവറേജ് ഇസ് ദ ആവറേജ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് ദ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഐസോട്രോപിക് റേഡിയേറ്റർ. 5 ആവറേജ് എന്ന് പറയുന്നത് ഐസോട്രോപിക് ആൻറ്റിന റേഡിയേറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ 5 ആവറേജ് എന്നെടുത്തത്. ക്ലിയർ ആണല്ലോ.
അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈസ് ദ സിംപ്ലി ഇങ്ങനെ പറയാം, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിളിനെയാണ് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ WR ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5 ഇൻറ്റു ഡിയോം, ഇൻ്റഗ്രൽ 5 ഇൻറ്റു ഡിയോം. ഡിയോം എന്ന് പറയുന്നത് ഐസോട്രോപിക് റേഡിയേറ്ററിൻ്റെ കേസിൽ 4π ആണ്. അപ്പോൾ 4π ഇൻറ്റു ഇൻ്റഗ്രൽ 5 എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 5 ഐസോട്രോപിക് റേഡിയേറ്ററിൻ്റെ കേസിൽ 5 ആവറേജ് എന്ന് എടുത്തു. അപ്പോൾ 5 ആവറേജ് ഈക്വൽ ടു WR ബൈ 4π. 5 ആവറേജ് ഇസ് ദ radiation intensity produced by an isotropic radiator radiating the same total power. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് പവർ ഫ്ലോ പെർ സോളിഡ് ആംഗിൾ, ഇപ്പോൾ വാട്ട് പെർ സ്റ്റെറിഡിയൻ അല്ലെങ്കിൽ വാട്ട് പെർ റേഡിയൻ സ്ക്വയർ എന്നും പറയാം. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ അലോങ് എ സ്പെസിഫൈഡ് ഡയറക്ഷൻ. ഐസോട്രോപിക് ആൻറ്റിനയുടെ കേസിൽ നമ്മൾ പറഞ്ഞു റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് WR ബൈ 4π ആണ്. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. അതായത് റേഡിയേഷൻ ഡെൻസിറ്റി ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതായത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയെ റേഡിയേഷൻ ഡെൻസിറ്റി ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് എഴുതാം. റേഡിയേഷൻ ഡെൻസിറ്റി ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് എഴുതാം. അപ്പോൾ അവിടെ റേഡിയേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പോയിൻറ്റിംഗ് വെക്ടറാണ്. ഡെൻസിറ്റി, റേഡിയേഷൻ ഡെൻസിറ്റി, പവർ ഫ്ലോ പെർ ഏരിയ, അതിന് പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പോയിൻറ്റിംഗ് വെക്ടറാണ്. അപ്പം ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. പോയിൻറ്റിംഗ് വെക്ടറിനെ നമുക്ക് E ക്രോസ് H എന്ന് എഴുതാം, ഇല്ലേ? നമുക്കറിയാം E/H എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ്. E/H എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രൻസിക് ഇമ്പിഡൻസ്. അപ്പോൾ ഈ P ഈക്വൽ ടു, അതായത് പോയിൻറ്റിംഗ് വെക്ടർ ഈസ് ഈക്വൽ ടു E ക്രോസ് H, E/H ഈക്വൽ ടു ഇൻട്രൻസിക് ഇമ്പിഡൻസ്. അതിൽ H ഈക്വൽ ടു എന്താണ്? E/η. H ഈക്വൽ ടു E/η. ഈറ്റ ഈസ് ദ ഇൻട്രൻസിക് ഇമ്പിഡൻസ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ, അതായത് P ഈക്വൽ ടു E ക്രോസ് Hൽ Hന് പകരം E/η സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ എങ്ങനെ എഴുതാം? P ഈക്വൽ ടു E ഇൻറ്റു Hന് പകരം എന്തെഴുതി? E/η. അപ്പോൾ E²/η എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇതാണ് പോയിൻറ്റിംഗ് വെക്ടർ. P ഈക്വൽ ടു E ക്രോസ് H. അതായത് പവർ ഡെൻസിറ്റിയാണ് നമ്മൾ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ P ഈക്വൽ ടു E ക്രോസ് H എന്ന് എടുത്തു. ഇനി E/H എന്ന് പറയുന്നതാണ് ഇൻട്രൻസിക് ഇമ്പിഡൻസ്. E/H എന്ന് പറയുന്നതാണ് ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഈ E/Hൽ നിന്ന് Hൻ്റെ ഇക്വേഷൻ എടുത്തു നമ്മൾ. H ഈക്വൽ ടു E/η. ഓക്കെ, H ഈക്വൽ ടു E/η. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P ഈക്വൽ ടു E ക്രോസ് Hൽ. അപ്പോൾ P ഈക്വൽ ടു എന്ത് കിട്ടി? E ഇൻറ്റു E/η. അപ്പോൾ E²/η എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. P ഈക്വൽ ടു, അതായത് P ഈസ് ദ പോയിൻറ്റിംഗ് വെക്ടർ, P ഈസ് ഈക്വൽ ടു E ക്രോസ് H. P ഈസ് ദ പോയിൻറ്റിംഗ് വെക്ടർ അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി E/H ഈസ് ദ ഇൻട്രൻസിക് ഇമ്പിഡൻസ്. ഇതിൽ നിന്ന് Hൻ്റെ ഇക്വേഷൻ എടുത്തു, രണ്ടാമത്തതിൽ നിന്ന്. അപ്പോൾ H ഈക്വൽ ടു E/η. ഈ ഇക്വേഷനെ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ P ഈക്വൽ ടു E ഇൻറ്റു Hന് പകരം എന്ത് ചേർത്തു? E/η. അപ്പോൾ എന്ത് കിട്ടി? E²/η എന്ന് കിട്ടും. അപ്പോൾ ഈ P ഈക്വൽ ടു E²/η എന്ന ഇക്വേഷൻ നമ്മൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി 5 ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? R² ഇൻറ്റു P എന്ന് കിട്ടിയിട്ടുണ്ട്. R² ഇൻറ്റു P. ഈ Pയുടെ സ്ഥാനത്ത് നമ്മൾ Pയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Pയുടെ സ്ഥാനത്ത് E²/η സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ R² E²/η എന്ന് കിട്ടും. അപ്പോൾ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ അടുത്ത ഇക്വേഷനാണത്. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു R² E²/η. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയേഷൻ ഇൻറ്റൻസിറ്റിക്ക് ഐസോട്രോപിക് ആൻറ്റിനയുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമുകൾക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നിർബന്ധമായിട്ട് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു R²P ക്ക് വരെ E²/η ഈ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഇക്വേഷനും നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇത് ഐസോട്രോപിക് ആൻറ്റിനയുടെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, അതായത് WR/4π, അത് ഓർത്ത് വെച്ചേക്കുക. റേഡിയേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പവർ ഫ്ലോ പെർ യൂണിറ്റ് സോളിഡ് ആംഗിൾ ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ സ്റ്റെറിഡിയൻ അല്ലെങ്കിൽ വാട്ട് പെർ റേഡിയൻ സ്ക്വയർ ആണ്. ഒരു ഐസോട്രോപിക് ആൻറ്റിനയ്ക്കകത്ത് 4π സ്റ്റെറിഡിയൻ ഉള്ളതുകൊണ്ട് WR/4π എന്ന് എഴുതാൻ പറ്റും. അതുപോലെ റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയെ R² ഇൻറ്റു P എന്ന് എഴുതാം. P എന്ന് പറയുന്നത് പോയിൻറ്റിംഗ് വെക്ടറാണ് അല്ലെങ്കിൽ പവർ ഡെൻസിറ്റിയാണ്. Pക്ക് വരെ E²/η എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ?